നമസ്കാരം. വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. നമ്മൾ വാഹനം വാങ്ങിച്ചു, ഒരു യൂസ്ഡ് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണോ എന്നുള്ള ഒരു യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വാഹനം വാങ്ങിച്ചാൽ നമ്മൾ RC-യിൽ പേര് മാറ്റാൻ കൊടുക്കും. പേര് മാറ്റിക്കഴിഞ്ഞാൽ, പേര് മാറി വന്നു കഴിഞ്ഞാൽ പഴയ പോലെ നമുക്ക് പുതിയ ഒറിജിനൽ RC വീട്ടിലേക്ക് വരില്ല, പോസ്റ്റലായിട്ട് വരില്ല. നമ്മൾ ഓൺലൈൻ വഴി അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ RC പർട്ടിക്കുലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് ആയി കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ഇൻഷുറൻസ് പോളിസിയിലും കൂടി മാറ്റണം. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്ലെയിം നിരസിക്കപ്പെടും. 14 ദിവസമാണ് ഇതിന് സമയം കൊടുത്തിരിക്കുന്നത്. വാഹനത്തിന്റെ ഇൻഫർമേഷൻ അഥവാ പുതിയ ഉടമസ്ഥന്റെ പേര് വാഹൻ പോർട്ടൽ അഥവാ നമ്മൾ RTOയുടെ വെബ് പോർട്ടലിൽ വന്ന് 14 ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാഹന ഇൻഷുറൻസിന്റെ പോളിസിയിലും പുതിയ ഉടമസ്ഥന്റെ പേര് മാറ്റിക്കൊടുക്കണം. ഇങ്ങനെ മാറ്റുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആണ് അടുത്ത ചോദ്യം. നമ്മൾക്ക് മാറ്റുവാൻ നമ്മുടെ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ വാഹനത്തിനുള്ളത് ആ കമ്പനിയുടെ നേരിട്ടുള്ള ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസുകളിലോ പോവാം. അങ്ങനെ നമുക്ക് മാറ്റുവാനുള്ള അപേക്ഷ കൊടുക്കാം. ചില കമ്പനികൾക്ക് നമുക്ക് പോർട്ടൽ ഓഫീസിലും ഇത് സംഭവം ലഭ്യമാകും. പക്ഷെ ഏറ്റവും നല്ലത് ഉചിതം അവരുടെ ബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് പോകുന്നതാണ്. പോർട്ടൽ ഓഫീസിൽ തന്നാൽ അവർക്ക് നേരിട്ട് അവരുടെ പോർട്ടൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അവർ വീണ്ടും അവരുടെ റിക്വസ്റ്റ് ചെയ്ത് വീണ്ടും ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് സമയമെടുക്കും. അത് ഒഴിവാക്കാൻ നമുക്ക് അവരുടെ ബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് പോകാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് പോർട്ടൽ ഓഫീസിലാണ് കുഴപ്പമില്ല. കാരണം വെച്ചാൽ അതിൽ ഇൻസ്പെക്ഷൻ ആവശ്യമില്ല. അതിന്റെ ഒരു ട്രാൻസ്ഫർ ഫീസ് അടച്ചാൽ മതി. അത് നമ്മൾ ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ പോകുമ്പോഴോ ഇൻസ്പെക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വാഹനത്തിന്റെ ഇൻഷുറൻസ് ഉടമസ്ഥാവകാശം മാറ്റാൻ സാധിക്കും. എന്നാൽ ഫുൾ കവർ ആണെങ്കിൽ നമുക്ക് വാഹനവും കൂടി കൊണ്ടുപോകണം, ഇൻസ്പെക്ഷൻ ആവശ്യമുണ്ട്. കൂടാതെ എന്ത് കൊണ്ടുപോകണം? നമുക്ക് ആ പുതിയ ഉടമസ്ഥന്റെ KYC ഡോക്യുമെന്റ്സ്, ആധാർ, പാൻ കാർഡ് ഉള്ള ആളുകളാണ് പാൻ കാർഡ്. വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്, ആധാർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡിയോ അങ്ങനത്തെ പാസ്പോർട്ടൊക്കെ കൊണ്ടുപോകാം. ഇതിന് നമുക്ക് ട്രാൻസ്ഫർ ഫീസ് ഉണ്ടാവും. എല്ലാ കമ്പനിക്കും ഒരു ട്രാൻസ്ഫർ ഫീസ് ഉണ്ടാവും. ഉടമസ്ഥ അവകാശമാണ്. വലിയ പണമൊന്നും വരില്ല. ഏതാണ്ട് ഒരു 200 രൂപ ഇതിൽ കുറഞ്ഞ ചാർജാണ് ഉണ്ടായത്. അതുകൂടാതെ എന്തെങ്കിലും ഫീസ് ഉണ്ടാകും എന്നുള്ളത്. നമ്മുടെ മുൻ ഉടമസ്ഥന് NCB ആയിട്ട്, നോ ക്ലെയിം ബോണസ് ആയിട്ട് എന്തെങ്കിലും തുക കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അതിന് ഇനി എത്ര കാലത്തേക്ക് ഇൻഷുറൻസ് പോളിസി ബാക്കിയുണ്ടോ ആ പീരീഡിന്റെ തുക നമ്മൾ തിരിച്ച് അടച്ച് കൊടുക്കേണ്ടി വരും. ഈ ഒരു എമൗണ്ട് കൂടി അടക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഇൻസ്പെക്ഷൻ ചെയ്ത് പുതിയ ആ ഒരു പോളിസി നമ്മുടെ പുതിയ ഉടമസ്ഥന്റെ പേരിലേക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അറിവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു സംഗതി അറിയാത്തതുകൊണ്ട് പലർക്കും ക്ലെയിം പോലും കിട്ടാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ഒഴിവാക്കുവാൻ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിന് പുതിയ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ